കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോണിക് സെക്ഷൻ ആണ് കോണിക് സെക്ഷനല്ല കനോണിക്കൽ ഫോമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. കനോണിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. പിന്നെ കനോണിക്കൽ ഫോമിൽ എഴുതാൻ എങ്ങനെ എഴുതേണ്ടതെന്ന് പറഞ്ഞു. ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ ഇക്വേഷനെ കനോണിക്കൽ ഫോമിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കനോണിക്കൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിറ്റ്നെസ്, അതിൻ്റെ നേച്ചർ എന്താണെന്നും പിന്നെ അതിൻ്റെ റാങ്ക് എങ്ങനെയാണ്, സിഗ്നേച്ചർ, ഇതൊക്കെ എങ്ങനെ ഫൈൻഡ് ചെയ്യണമെന്നുള്ളതൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഒരു ടോപ്പിക്ക് ഇവിടെ ബാക്കിയുണ്ടായിരുന്നു. അതായത് നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഫോമിനെ പ്രിൻസിപ്പൽ ആക്സിസിൽ ഡിനോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പ്രിൻസിപ്പൽ ആക്സിസിൽ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ബാക്കിയാണ്. അപ്പം ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കോണിക് സെക്ഷൻ, അതായത് കുറച്ച് ഫിഗേഴ്സ് ഓർമ്മിക്കാനുണ്ട്. നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ എപ്പോഴും നമ്മൾ എന്താ പറയുക, x² + y² = r² എന്നാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ പറയുക. ഞാൻ x എന്ന് y എന്നുള്ളതിന് പകരം y1 എന്നും y2 എന്ന് യൂസ് ചെയ്തോട്ടെ. x കിടക്കുന്ന സ്ഥാനത്തല്ല ഞാൻ y1 എന്നും yയുടെ സ്ഥാനത്തല്ല y2. അപ്പോൾ നോക്കിക്കേ, y1² + y2² = r² എന്ന് എവിടെയെങ്കിലും കണ്ടാൽ അതെന്താണ്? അത് സർക്കിളിൻ്റെ ഇക്വേഷനാണ്. കാരണം നമുക്ക് കനോണിക്കൽ ഫോമിൽ എഴുതി കഴിയുമ്പം y1 y2 അല്ലേ നമ്മളവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കനോണിക്കൽ ഫോമിൽ എഴുതിയിട്ട് അത് എന്ത് കോണിക് സെക്ഷൻ ആണെന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ y1 y2ൻ്റെ ടേമിൽ തന്നെ നിങ്ങൾക്ക് യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ എഴുതി തന്നിരിക്കുന്നത് സർക്കിളിൻ്റെ ഇക്വേഷൻ. x² + y² = r² പകരം ഞാൻ y1² + y2² = r² എന്ന് എഴുതി. അടുത്ത് നോക്കിയാൽ കുഞ്ഞുങ്ങളെ, എലിപ്സിൻ്റെ ഇക്വേഷൻ. എലിപ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് പറയുന്നത്? x² / a² + y² / b² = 1 എന്ന എലിപ്സിൻ്റെ ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സിനും വൈക്കും വരെ y1 y2 യൂസ് ചെയ്താൽ y1² / a² + y2² / b² = 1 ആണ് എലിപ്സിൻ്റെ ഇക്വേഷൻ. ഇനി ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ നമ്മൾ എപ്പോഴും പറയാറ്? x² / a² - y² / b² = 1 ആണ് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. ഇത് എലിപ്സിൻ്റെ ഇക്വേഷനിൽ നടുക്ക് മൈനസ് സൈൻ വരുന്നത്. അപ്പോൾ എക്സിന് വൈക്കും വരെ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? y1² / a² + y2² / b² = 1 എന്നാണ് ഹൈപ്പർബോളയ്ക്ക് ഇവിടെ ഇക്വേഷൻ. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്, പെയർ ഓഫ് ലൈൻസ് എന്ന് പറയുവാണെങ്കിൽ അത് നമുക്ക് y1² + y2² = 0. അതായത് ഒരു കനോണിക്കൽ ഫോം =0 വരുവാണെങ്കിൽ നമ്മളതിന് എന്തായാലും പറയും? പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയും. ഇത്രയും കോണിക് സെക്ഷൻസ് നമുക്ക് വേണം. അതായത് ഇത്രയും ഫിഗർ നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ കനോണിക്കൽ ഫോമിൽ എഴുതിയതിന് ശേഷം അത് എന്ത് തരം കോണിക് സെക്ഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതിൻ്റെ ബാക്കി തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രോബ്ലം തന്നിട്ട് പ്രിൻസിപ്പൽ ആക്സിസ് ഒക്കെ ഞാൻ ഇതിനകത്ത് ഈ പ്രോബ്ലത്തിൽ തന്നെ പറഞ്ഞുതരാം. എപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ഞാൻ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച 3 ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ടെസ്റ്റിനകത്തുള്ള വർക്കൗട്ട് ക്വസ്റ്റ്യനുമാണിത്. ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ഔട്ട് വാട്ട് കൈൻഡ് ഓഫ് കോണിക് സെക്ഷൻ ആർ x² - 12xy + y² = 70 ആൻഡ് ട്രാൻസ്ഫോം ഇറ്റ് ഇൻ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിൽ നമുക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്യുകയും വേണം. ഇത് അവർ ചോദിച്ചു വയ്ക്കുവാണ്, ഇത് എന്ത് തരത്തിലുള്ള കോണിക് സെക്ഷൻ ആണെന്ന്. അതായത് തന്നിരിക്കുന്നത് =70 ഇല്ലെങ്കിൽ ഇത് എന്താണ്? ഇതൊരു ക്വാഡ്രാറ്റിക് ഫോം അല്ലേ? കാരണം എല്ലാ ടേമിനും ഡിഗ്രി 2 ആണ്. സോ ഇതൊരു ക്വാഡ്രാറ്റിക് ഫോമാണ്. q = എന്നും തന്നിട്ടുണ്ട്, 70 എന്ന് തന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് കോണിക് എന്തോന്നിലാക്കി മാറ്റണം? ഇത് എന്ത് തരം കോണിക് സെക്ഷൻ, ഈ പറഞ്ഞതിൽ ഏത് ഫിഗറാണ് ഈ ക്വാഡ്രാറ്റിക് ഫോം എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ആദ്യം ഇതിൻ്റെ കനോണിക്കൽ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യണം. കനോണിക്കൽ ഫോമിൽ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ കോണിക് സെക്ഷൻ പറയുന്നത്. അപ്പോൾ ആദ്യം കനോണിക്കൽ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ത് എഴുതണം? ഈ ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ മെട്രിക്സ് എഴുതിയല്ലേ പറ്റത്തുള്ളൂ. സോ ആ മെട്രിക്സ് ഞാൻ എഴുതുവാണ്. a = ഇവിടുത്തെ വേരിയബിൾ x എന്നും y എന്നുമാണ് ഉള്ളത്. സോ അത് ഞാൻ ഡിനോട്ട് ചെയ്യുവാണ്. x എന്നും y എന്നും xy എന്താ ഇവിടെ എഴുതേണ്ടത്? x² y²ൻ്റെ കോയിഫിഷ്യൻ്റാണ് ഡയഗണലി എഴുതേണ്ടത്. x²ൻ്റെ കോയിഫിഷ്യൻറ്റ് 1, y²ൻ്റെ കോയിഫിഷ്യൻറ്റ് 1. അടുത്ത 12xy അല്ലെ, xyൻ്റെ കോയിഫിഷ്യൻറ്റ് -12. -12ൻ്റെ ഹാഫ് അല്ലേ ഇവിടെ വരേണ്ടത്? -12ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? -12ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ -6 ആണ്. അപ്പോൾ അത് ഇവിടെ എഴുതി. ഓക്കെ, അപ്പോൾ a കിട്ടി. ഇനി എന്താ അടുത്ത് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യണം. ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് എഴുതണം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റർമിനൻറ്റ് a - λI = 0. a - λI = 0 എന്ന് പറയുമ്പോൾ എന്താ അടുത്ത്? λ² - s1 λ + s2 = 0 ആണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നതിൽ s1 s2 നമുക്ക് ഫൈൻഡ് ചെയ്യണം. s1 s2 നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? s1 = സം ഓഫ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്. മെയിൻ ഡയഗണൽ എലമെൻറ്റ് എന്തൊക്കെയാണ്? 1 + 1 = 2. s2 = ഡിറ്റർമിനൻറ്റ് a. ഡിറ്റർമിനൻറ്റ് a നോക്കിക്കേ, 1 × 1 1 മൈനസ് ഓഫ് -6 × -6 എന്ന് പറഞ്ഞാൽ 36. അപ്പോൾ ഇത് 1 - 36 എന്ന് വരും. സോ ഇത് എന്തായി വരികയാണ്? ഇത് -35 എന്നാവുകയാണ്. x2 = -35. അതിനെക്കൊണ്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയായി മാറും? λ² - 2λ - 35 = 0.
7 × 5 ആണ് 35 എന്ന് ആലോചിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ എടുക്കാം. അല്ല കാൽക്കുലേറ്റർ സിംപ്ലിഫൈ ചെയ്യണമെന്നുള്ളവർക്ക് കാൽക്കുലേറ്റർ സിംപ്ലിഫൈ ചെയ്യാം. അതായത് ലാംഡ പ്ലസ് 5 ഇൻറ്റു ലാംഡ മൈനസ് 7 ഇസ് ഈക്വൽ ടു 0 ആണ് ഇത് ഈക്വേഷൻ. ശരിയാണോ നോക്കിയാൽ 5 ഇൻറ്റു -7 -35 5 -7 -2 കറക്റ്റാണ്. ഇത് കാൽക്കുലേറ്റർ സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ എന്തിനെ കിട്ടും? ലാംഡ ഈക്വൽ ടു -5,7 എന്നതിന് നിങ്ങൾക്ക് ഐഗൻ വാല്യൂസ് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഐഗൻ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാനോണിക്കൽ ഫോം എഴുതാൻ എളുപ്പമല്ലേ? therefore the canonical form is എന്താണ്? q equal to lambda 1 y1 square, q equal to lambda 1 y1 square plus lambda 2 y2 square. ഇവിടുത്തെ ലാംഡ 1 എന്ന് പറഞ്ഞാൽ എന്താ? -5 y1 square പ്ലസ് 7 y2 സ്ക്വയർ. ഓക്കെ, ഇത് എന്ത് തരം കോണിക് സെക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എന്ത് തരം കോണിക് സെക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ നോക്കിക്കേ, q ഈക്വൽ ടു ഇവിടെ എന്താ ഉള്ളത്? 70. ഞാൻ ആ 70 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോഴേക്കും ഇതിനെ ഞാൻ മൈനസ് ഇപ്പുറത്തേക്ക് കൊണ്ട് q ഈക്വൽ ടു 70 കൊടുക്കുമ്പോൾ 70 ഈസ് ഈക്വൽ ടു -5 y1 സ്ക്വയർ പ്ലസ് 7 y2 സ്ക്വയർ എഴുതാമല്ലോ ഇങ്ങനെ. ദറ്റ് ഈസ് ഈക്വൽ ടു നോക്കിക്കേ, അടുത്ത് ഞാൻ ഈ 5 y1 സ്ക്വയറിന് ആദ്യം എഴുതുവാണ്. -5 y1 സ്ക്വയർ പ്ലസ് 7 y2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 70. എനിക്ക് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ഫിഗറിലേക്ക് ആക്കണം. y1 സ്ക്വയറും y2 സ്ക്വയറും ഉണ്ട്, പ്ലസ് ഉണ്ട്, മൈനസ് സൈൻ ഉണ്ട്. ഈ മൈനസ് സൈൻ നമുക്ക് നടുക്കുകൊണ്ടില്ല, അപ്പോൾ അത് ഹൈപ്പർബോളാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ 70 കൊണ്ട് ത്രൂ ഔട്ട് ആയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യട്ടെ. 70 കൊണ്ട് ത്രൂ ഔട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ വരും? -5/70 y1 സ്ക്വയർ പ്ലസ് 7/70 y2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇപ്പോഴും നമുക്കിത് കാണുമ്പോൾ അറിയാം എന്താണ് ഹൈപ്പർബോളയാന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് ഈ നെഗറ്റീവ് സൈൻ രണ്ടാമത് വന്നാൽ മതി അല്ലേ? അപ്പോൾ 7/70 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/10 y2 സ്ക്വയർ മൈനസ് 1/14 y1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇനി ആദ്യത്തെ ടേമിന് രണ്ടാമത് എഴുതിയത്. ഇപ്പോൾ ഇത് ഹൈപ്പർബോള ആയില്ലേ? നമുക്ക് മൈനസ് സൈൻ വന്നില്ല, ഒരെണ്ണം മൈനസും ഒരെണ്ണം പ്ലസും വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് വന്നു. therefore the conic section is hyperbola. therefore the conic section is hyperbola. അത് ഞാൻ നിങ്ങൾക്കിത് തുടങ്ങുന്നതിന് മുമ്പ് ഈ നെഗറ്റീവ് സൈൻ കിടക്കുന്നത് ഓർത്തിട്ട് ഇയാളെ രണ്ടാമത് ഇട്ടാൽ മതിയായിരുന്നു. അപ്പോൾ 7 y1 സ്ക്വയർ -5 y2 സ്ക്വയർ എന്ന് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവത്തില്ല. അപ്പം 7 y1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/10 y1 സ്ക്വയർ മൈനസ് 1/14 y2 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തുവാ 1 എന്ന് വരും. ഇതേപോലെ ഹൈപ്പർബോള തന്നെ വരും. ഈ y1 y2 നമ്മൾ കൊടുത്ത വേരിയബിൾ അല്ല, അല്ലെങ്കിൽ ലാംഡ 1 ലാംഡ 2 നമ്മുടെ ഇഷ്ടത്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം നെഗറ്റീവ് വന്നു, രണ്ടാമത് നെഗറ്റീവ് വന്നു എന്നുള്ളത് പ്രശ്നമില്ല. എന്തായാലും ഇതെന്താ കിട്ടിയിരിക്കുന്നത്? ഒരു ഹൈപ്പർബോളയുടെ ഇക്വേഷനാണ്. ഇതേ ഫോം രണ്ട് വേരിയബിൾ ഉള്ളതും സ്ക്വയർ ആണ്. ഡിനോമിനേറ്ററിൽ അതേ ആ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ആണ് 10 എന്നും 14 എന്നും പറഞ്ഞ് തന്നിരിക്കുന്നത്. അതായത് 10 എന്ന് പറഞ്ഞാൽ √10 സ്ക്വയർ, 14 എന്ന് പറഞ്ഞാൽ √14 സ്ക്വയർ. അപ്പോൾ ഈ ഹൈപ്പർബോളയുടെ ഫോമിലാണ്, നടുക്ക് മൈനസ് സൈൻ ഉണ്ട്. അപ്പം ഇതാണ് ഒരു കനോണിക്കൽ ഫോമിൽ എഴുതിയിട്ട് ആ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത് എന്ത് കോണിക് സെക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നടുക്ക് പ്ലസ് സൈൻ ആണ് വരണമെങ്കിൽ ഹൈപ്പർബോള ആയിരിക്കും. ഈ ക്യൂ എന്ന് പറഞ്ഞ് ഈക്വൽ ടു 0 എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? പെയർ ഓഫ് സ്ട്രൈറ്റ് ലൈൻസ് ആയിരിക്കും. ഇത് ഈക്വൽ ടു 1 എന്നുള്ള ഫോം, ഡിനോമിനേറ്ററിൽ ഒന്നും ഇല്ലാണ്ട് y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഫോമിൽ കിട്ടുകയാണെങ്കിൽ എന്ത് കോണിക് സെക്ഷൻ ആയിരിക്കും? സർക്കിൾ ആയിരിക്കും. ഓക്കെ, ഇത് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, എസ് എ ക്വസ്റ്റ്യന് ചോദിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ കോണിക് സെക്ഷൻ മാത്രമല്ല അവർ ചോദിച്ചത്, ഫൈൻഡ് ഔട്ട് വാട്ട് കൈൻഡ് ഓഫ് കോണിക് സെക്ഷൻ എന്നുള്ളതിന് ആൻസർ ആണ് ആയിട്ടുള്ളത്. ആൻഡ് ട്രാൻസ്ഫോം ഇറ്റ് ഇൻ ടു പ്രിൻസിപ്പൽ ആക്സിസ്, അതിനെ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് മാറ്റാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഓർത്തോണൽ ട്രാൻസ്ഫോർമേഷൻ അല്ലേ, ഓർത്തോണൽ ട്രാൻസ്ഫോർമേഷൻ്റെ ക്യാപിറ്റൽ എൻ ഫൈൻഡ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ. ഈ 2/2 മാട്രിക്സിൻ്റെ ക്യാപിറ്റൽ എൻ നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ആ ഓർത്തോണൽ ട്രാൻസ്ഫോർമേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ 2/2 മാട്രിക്സിൻ്റെ ക്യാപിറ്റൽ എൻ ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഐഗൻ വാല്യൂ അറിയാം. ലാംഡ ഈക്വൽ ടു -5 7 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യണം. ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്യാനായിട്ട് ടു ഫൈൻഡ് ഐഗൻ വെക്ടർ എന്താ ഫോർമുല? മെട്രിക്സ് A മൈനസ് ലാംഡ I ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. മെട്രിക്സ് A മൈനസ് ലാംഡ I ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 നമ്മൾ ആദ്യം എന്ത് ചെയ്തും? ഫോർമുല എഴുതിയിട്ട് ഇതെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ A എന്ന് പറഞ്ഞ എഴുതിയ മെട്രിക്സിൻ്റെ ഡയഗണലി മൈനസ് ലാംഡ കൊടുക്കണം. A എന്ന് പറഞ്ഞ എഴുതിയ മെട്രിക്സ് എന്തായിരുന്നു? 1 - 6 1 ഇതായിരുന്നു A എന്ന് പറഞ്ഞ മെട്രിക്സ് അല്ലേ. അതിൻ്റെ ഡയഗണലി മൈനസ് ലാംഡ കൊടുക്കുമ്പോൾ എങ്ങനെ വരും? ഇത് 1 - ലാംഡ എന്ന് വരും. ഓക്കെ, ഡയഗണലി മൈനസ് ലാംഡ കൊടുത്തു. ഇൻറ്റു ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ x1 x2
ഇസ് ഈക്വൽ ടു 0 0. ഈ ക്വസ്റ്റ്യൻ XY എന്ന് തന്നേക്കുന്ന കാരണം ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് XY എന്ന് എടുക്കും. ഞാൻ ഇപ്പോൾ X1 X2 എന്ന് എടുത്താലും കുഴപ്പമില്ല. ക്വസ്റ്റ്യനിൽ നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോമിൽ XY എന്നായതുകൊണ്ട് ഇത് XY എന്ന് എഴുതി ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ രണ്ടും തെറ്റൊന്നുമല്ല. നിങ്ങളിവിടെ X1 X2 എന്നാണ് എടുക്കുന്നത് അൺനോൺസ്, അത്രയേ ഉള്ളൂ. അത് നിങ്ങളുടെ ഈ ക്വസ്റ്റ്യനിൽ X എന്നും Y എന്നും കിടക്കുന്ന സാധനം ഞാനിവിടെ X1 എന്നും X2 എന്നാണ് ഇപ്പോൾ ഇവിടെ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കാം. വെൻ ലാംഡ ഈസ് ഈക്വൽ ടു -5. ഇത് കൺഫ്യൂസ് ആയെങ്കിൽ ഒന്നുകൂടെ പറയാം. ഞാൻ വേറൊന്നും അല്ല പറഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് ചിലപ്പം ഈ അടുത്ത പാർട്ട് എഴുതുമ്പം ഇവിടെ X1 X2 എന്നല്ലാണ്ട് XY എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇൻ ടേംസ് ഓഫ് XYയിലാണ്. ഇവിടുത്തെ അൺനോൺസ് എന്തൊക്കെയാണ്? Xഉം Yയും ആണ്. അപ്പം അൺനോൺസ് അല്ലേ നമ്മൾ എപ്പോഴും ഇവിടെ ഫൈൻഡ് ചെയ്യുക ഐഗൺ വെക്ടർ എന്ന് പറഞ്ഞിട്ട്. ആ ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഇവിടെ അവർ XY എന്നായിരിക്കും കൊടുത്തേക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിനകത്തും X1 X2 എന്നുള്ളതിന് പകരം ഇവിടെ X എന്നും Y എന്നും ആയിരിക്കും കൊടുത്തേക്കുന്നത്. നമ്മൾ ചെയ്യുന്ന തെറ്റെന്നല്ല എൻ്റെ അർത്ഥം. നമ്മളെപ്പോഴും ശീലിച്ചത് X1 X2 എന്നായതുകൊണ്ടാണ് ഞാനിവിടെ X1 X2 എന്ന് ഇട്ടത്. നിങ്ങൾക്ക് ഇനി XY എന്ന് തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ ഇടണം എന്നുണ്ടെങ്കിൽ XY എന്ന് ഇട്ടോളൂ. ഏത് രീതിയിൽ എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, വെൻ ലാംഡ ഈസ് ഈക്വൽ ടു -5 ആദ്യത്തെ ഐഗൺ വാല്യൂ കൊടുക്കുകയാണ്. ഐഗൺ വാല്യൂ കൊടുക്കുമ്പോൾ മെട്രിക്സ് എങ്ങനെയും മാറും? 1 - -5 എന്ന് പറഞ്ഞാൽ 1 + 5 ആണ്. അതായത് 6 - 6 -6 1 - -5 is 1 + 5 that is equal to 6 into X1 X2 is equal to 0 0. ഓക്കെ, രണ്ട് റോയും സെയിം ആണ്. കാരണം രണ്ടാമത്തെ റോയിൽ നിന്ന് നമുക്ക് മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ അതും 6 - 6 തന്നെയാണ്. സോ ബോത്ത് റോസ് ആർ സെയിം. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 6x1 - 6x2 is equal to 0 or 6x1 is equal to 6x2 എന്ന് എഴുതാം. ഈ -6x2നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 6ഉം 6ഉം ക്യാൻസലായി പോയി. ഓർ x1 by 1 is equal to x2 by 1. Therefore eigenvector capital X1 is equal to 1 1. അടുത്ത eigenvector ഫൈൻഡ് ചെയ്യട്ടെ. വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 7, ലാംഡയ്ക്ക് നമ്മൾ 7 കൊടുക്കുമ്പോൾ നമ്മുടെ മെട്രിക്സ് എങ്ങനെ മാറും? A - ലാംഡ അതിൽ -7 1 - 7 എന്ന് പറഞ്ഞാൽ -6 -6 -6 1 - 7 is -6 ഇൻറ്റു X1 X2. ഇവിടെയും രണ്ട് റോയും സെയിം ആണ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ എടുത്ത് എഴുതിയിട്ട് ആ ഇക്വേഷൻ എടുത്ത് എഴുതുവാണ്. എന്തുവാണ്? -6x1 - 6x2 is equal to 0 or -6x1 is equal to -6x2നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് 6x2 എന്നാവും അല്ലേ? 6ഉം 6ഉം അങ്ങ് ക്യാൻസലായി പോകും. X1 ഈ X2ൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്. X1ൻ്റെ താഴേക്ക് വന്നത്. X2ൻ്റെ താഴേക്ക് ആരാ പോകുന്നത്? X1ൻ്റെ കോയിഫിഷ്യൻ്റ് ആയ -1 വരും. Therefore ഐഗൺ വെക്റ്റർ X2 is equal to 1 - 1. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓർത്തോഗണൽ ട്രാൻസ്ഫർമേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓർത്തോഗണൽ ട്രാൻസ്ഫർമേഷൻ്റെ ക്യാപിറ്റൽ എന്ന് എഴുതുന്നതിന് മുമ്പ് നമുക്ക് മോഡുലസ് ഓഫ് X1ഉം മോഡുലസ് ഓഫ് X2ഉം ഫൈൻഡ് ചെയ്യണം. മോഡുലസ് ഓഫ് X1 എന്ന് പറഞ്ഞാൽ √1² + 1² is equal to √2. അതുപോലെ മോഡുലസ് ഓഫ് X2 എന്ന് പറഞ്ഞാൽ √1² + -1² that is 1 is equal to √2. Okay, therefore normalized model matrix capital N is equal to ഫോമുല ഓർമ്മയുണ്ടോ? X1 by modulus of X1. അതായത് X1ലെ ഓരോ വാല്യൂവിനെയും നമ്മൾ ഈ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം അത് 1/√2 1/√2 ആവും. അടുത്ത കോളം എങ്ങനെ എഴുതണേ? X2 by modulus of X2. X2ൻ്റെ ഓരോ വാല്യൂവിനെയും modulus of X2 എന്ന് പറഞ്ഞ് കിട്ടിയ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ എഴുതേണ്ടത്. that is 1/√2 minus 1/√2. ഓർത്തോഗണൽ ട്രാൻസ്ഫർമേഷൻ നമ്മൾ ചെയ്തതാണ് 3/3 മെട്രിക്സിനൊക്കെ. അപ്പോൾ സെയിം പ്രൊസീജിയർ ക്യാപിറ്റൽ N വരെ എഴുതി. ഇനി N ട്രാൻസ്പോസ് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ട. പ്രിൻസിപ്പൽ ആക്സിസ് ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇവിടെയാണ് വ്യത്യാസം. പ്രിൻസിപ്പൽ ആക്സിസ് ക്യാപിറ്റൽ X is equal to, അതായത് പ്രിൻസിപ്പൽ ആക്സിസിലെ വാല്യൂസ് ക്യാപിറ്റൽ X is equal to ക്യാപിറ്റൽ N into Y. ക്യാപിറ്റൽ X എന്ന് പറഞ്ഞാൽ നമ്മുടെ അൺനോൺ അല്ലേ? X1 X2. നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ X1 X2 എന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ ഈ N എന്ന് പറയുന്നത് എന്താ? 1/√2 1/√2 മൈനസ് 1/√2. അത് സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ N എന്ന് പറഞ്ഞാൽ N ട്രാൻസ്പോസും സെയിം ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ N ട്രാൻസ്പോസ് ഫൈൻഡ് ചെയ്യാണ്ടിരുന്നത്. ഇൻറ്റു Y എന്ന് പറഞ്ഞാൽ എന്താ? Y1 Y2. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിലെ വാല്യൂ X1 is equal to, പ്രിൻസിപ്പൽ ആക്സിസിൽ ഡിനോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ X1 is equal to റോ ഇൻറ്റു കോളം. അതാണ് 1/√2 ഇൻറ്റു Y1 പ്ലസ് അടുത്ത വാല്യൂ എന്താ? 1/√2 ഇൻറ്റു Y2. അടുത്ത X2 is equal to
ഈ സെക്കൻഡ് റോ ഇൻറ്റു കോളം 1/√2 ഇൻറ്റു y1 മൈനസ് 1/√2 ഇൻറ്റു y2 പ്രിൻസിപ്പൽ ആക്സിസിൽ ഡിനോട്ട് ചെയ്തു. പ്രിൻസിപ്പൽ ആക്സിസിലെ വേരിയബിൾ y1 x1 x2നെ ഇൻ ടേംസ് ഓഫ് y1 y2 നമ്മൾ ഡിനോട്ട് ചെയ്തു. ഇവിടെ n ട്രാൻസ്പോസ് ഫൈൻഡ് ചെയ്യാത്ത എന്താ ഓർത്തോണൽ ട്രാൻസ്ഫോർമേഷൻ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ n ട്രാൻസ്പോസ് എന്താ ഫൈൻഡ് ചെയ്യാത്തതിന് ഇവിടെ സിമെട്രിക് മെട്രിക്സാണ് കിട്ടിയിരിക്കുന്നത്. അവിടെ n ഉം n ട്രാൻസ്പോസും ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ, അത് ഇവിടെ സിമെട്രിക് ക്യാപിറ്റൽ n എന്ന് പറഞ്ഞാൽ സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ടാണ് ഞാൻ n ട്രാൻസ്പോസ് ഫൈൻഡ് ചെയ്യാണ്ടിരുന്നത്. ഇത്രയേ ഉള്ളൂ. പ്രിൻസിപ്പൽ ആക്സിസിൽ ഡിനോട്ട് ചെയ്യുക. അതുപോലെ കോണിക് സെക്ഷൻ എന്തുവാന്ന് ചോദിച്ചാൽ കോണിക് സെക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം, തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ കനോണിക്കൽ ഫോം ഫൈൻഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഏത് തരം കോണി, സർക്കിളാണോ എലിപ്സ് ആണോ ഹൈപ്പർബോളയാണോ പെയർ ഓഫ് സ്ട്രേറ്റ് ലൈൻ ആണോ എന്നുള്ളത് എഴുതണം. ഇനി അത് കഴിഞ്ഞിട്ട് അവർ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് കൂടെ ചോദിക്കുവാണെങ്കിൽ ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്ത് ക്യാപിറ്റൽ N ഫൈൻഡ് ചെയ്യണം. എന്നിട്ട് ക്യാപിറ്റൽ X ഇസ് ഈക്വൽ ടു N ഇൻറ്റു Y. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫോമുല. ഇത് എഴുതിയിട്ട് x1 x2ൻ്റെ ടേമിൽ നമ്മുടെ അൺനോൺസിൽ XY ആ ടേമിൽ XY ഇസ് ഈക്വൽ ടു ഇത് X ഇസ് ഈക്വൽ ടു ഇത് Y ഈക്വൽ ടു എന്നുള്ള ഫോമിൽ ഇതിനെ ഡിനോട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണിത്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ടെസ്റ്റിനകത്തുള്ള വർക്കൗട്ട് ക്വസ്റ്റ്യനുമാണ് നിങ്ങളുടെ. കോണിക് സെക്ഷനും ഫൈൻഡ് ചെയ്യണം, പിന്നെ എന്താ പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയും വേണം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഫോമാണ് തന്നിരിക്കുന്നത്. 17x² മൈനസ് 30xy പ്ലസ് 17y². എല്ലാ ടേമിനും ഡിഗ്രി 2 ആണ്. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഫോമാണ്. ഈക്വൽ ടു ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, അത് Q ഈക്വൽ ടു ആണ് ഈ 128 തന്നിരിക്കുന്നത്. അപ്പം വേറെ ഒന്നും വ്യത്യാസത്തിൻ്റെ തനിയെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനേ ഉള്ളൂ. കഴിഞ്ഞ പ്രോബ്ലം പോലെ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം എൻ്റെ കനോണിക്കൽ ഫോം ഫൈൻഡ് ചെയ്യണം. ക്യൂവിൻ്റെ സ്ഥാനത്ത് 128. ഇത് സർക്കിളോ എലിപ്സോ ഹൈപ്പർബോളോ ആയിരിക്കും. ഈക്വൽ ടു 0 വരുമ്പോൾ മാത്രമേ പെയർ ഓഫ് സ്ട്രേറ്റ് ലൈൻ വരുള്ളൂ. ഈക്വൽ ടു 0 അല്ല വന്നേക്കുന്നത്. അപ്പോൾ ഈ 3 പേരിൽ ആരോ ഒരാളാണ് ആവാൻ പോകുന്നത്. അത് ആരാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മെട്രിക്സ് എഴുതാം. മെട്രിക്സ് എഴുതാം. എ ഇസ് ഈക്വൽ ടു ഇവിടുത്തെ അൺനോൺസ് എന്ന് പറഞ്ഞാൽ എക്സും വൈയും. ഓക്കെ, അപ്പോൾ 17 x² കോയിഫിഷ്യൻറ്റ് 17, y² കോയിഫിഷ്യനും 17, xyൻ്റെ കോയിഫിഷ്യൻ -30. -30ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്തുവാണ് -15. ഓക്കെ, അപ്പോൾ 17 - 15 17 എന്നുള്ളതാണ് നമ്മുടെ എ കിട്ടിയത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, കാരണം ഐഗൺ വാല്യൂ ഫൈൻഡ് ചെയ്യണ്ടേ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ഡിറ്റർമിനൻറ്റ് A മൈനസ് ലാംഡ I ഇസ് ഈക്വൽ ടു 0. 2/2 മെട്രിക്സ് ആയതുകൊണ്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ കിട്ടത്തുള്ളൂ, λ² മൈനസ് S1 ലാംഡ പ്ലസ് S2 ഇസ് ഈക്വൽ ടു 0 എന്നേ കിട്ടത്തുള്ളൂ. ഇതിൽ S1 എന്ന് പറഞ്ഞാൽ എന്താ, സം ഓഫ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്. സം ഓഫ് മെയിൻ ഡയഗണൽ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 17 + 17 വിച്ച് ഈസ് ഈക്വൽ ടു 34. S2 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് A ആണ്. ഡിറ്റർമിനൻറ്റ് A എന്ന് പറഞ്ഞാൽ 17 × 17 മൈനസ് ഓഫ് 15 × 15 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ വരുന്നത് 64 എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ മാറും, λ² മൈനസ് 34 ലാംഡ പ്ലസ് 64 ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 32. ഐഗൺ വാല്യൂസ് ഇത് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാം, അല്ലാതെയും സോൾവ് ചെയ്യാം. ഐഗൺ വാല്യൂസ് ആർ lambda is equal to 32,2. കാൽക്കുലേറ്റർ സിംപ്ലിഫൈ നോക്കുക. 32 × 2 64, 32 + 2 34. അപ്പോൾ ലാംഡ മൈനസ് 32 × ലാംഡ മൈനസ് 2 എന്നാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ രീതി ചിന്തിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ, അല്ല കാൽക്കുലേറ്റർ സിംപ്ലിഫൈ എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ എന്ത് കിട്ടി, ഐഗൺ വാല്യൂ കിട്ടി. ഐഗൺ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്താ നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യുമോ, അല്ല. അടുത്ത് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ കണ്ടോ കോണിക് സെക്ഷൻ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസറിലേക്കാണ് പോകേണ്ടത്. കോണിക് സെക്ഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കനോണിക്കൽ ഫോം എഴുതണം. therefore the canonical form Q ഈക്വൽ ടു ഫോമുല എന്തുവാ, λ1 y1² പ്ലസ് λ2 y2². Q എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ എന്തുവായിരുന്നു, 128. സോ 128 ഇസ് ഈക്വൽ ടു λ1 എന്ന് പറഞ്ഞാൽ 32 y1² പ്ലസ് 2 y2². എനിക്കിവിടെ എന്തുവാ, നമുക്ക് ആദ്യം ഈ 128ന് അപ്പുറത്തേത് അപ്പോഴല്ലേ ഒരു ഭംഗിയുള്ളൂ. 32 y1² പ്ലസ് 2 y2² ഇസ് ഈക്വൽ ടു 128. ഈ 128 വെച്ച് നമ്മൾ ത്രൂ ഔട്ടായിട്ട് ഡിവൈഡ് ചെയ്യട്ടെ. ത്രൂ ഔട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 32 y1² ബൈ 128 പ്ലസ് 2 y2² ബൈ 128 ഇസ് ഈക്വൽ ടു 1. 32ഉം 128ഉം കൂടെ പോകുമ്പോൾ അവിടെ എന്താ വരിക, 64 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു y1² ബൈ, എങ്ങനെയാണ് ഈ 128 എന്ന് വരുന്നത്, 32 × 4 ആണ് 128 എന്ന് പറഞ്ഞാൽ. അപ്പോൾ y1² ബൈ 4
പ്ലസ് y2 സ്ക്വയർ ബൈ 128ന് 2 വെച്ച് പോകുമ്പോഴേക്കും അത് 64 ആണ്. ഇസ് ഈക്വൽ ടു 1. ദിസ് ഈക്വൽ ടു y1 സ്ക്വയർ ബൈ 4 എന്ന് പറയുന്ന 2 സ്ക്വയർ അല്ലേ, y2 സ്ക്വയർ ബൈ 8 സ്ക്വയർ ആണ്. ഇസ് ഈക്വൽ ടു 1. ഇത് എന്ത് ഇക്വേഷൻ പോലെയായി? തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു എലിപ്സിൻ്റെ ഇക്വേഷൻ പോലെയല്ലേ, y1 സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ ബൈ b സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ഫോം. therefore the conic section is ellipse. therefore the conic section is ellipse ആണ് കിട്ടി. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? പ്രിൻസിപ്പൽ ആക്സിസ് കണ്ടുപിടിക്കണം. പ്രിൻസിപ്പൽ ആക്സിസ് ഫൈൻഡ് ചെയ്യാനായിട്ട് എന്താ വേണ്ട? ഐഗൺ വെക്ടർ വേണം. അപ്പോൾ ടു ഫൈൻഡ് ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് എന്ത് എഴുതണം? മെട്രിക്സിനകത്ത് a മൈനസ് ലാംഡ i ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 ആദ്യം എഴുതി വെക്കണം. അപ്പോൾ a മൈനസ് ലാംഡ i എന്ന് പറയുമ്പം 17 ഡയഗണൽ എലമെൻറ്റിന് മാത്രം മൈനസ് ലാംഡ കൊടുത്തല്ലോ. 17 മൈനസ് ലാംഡ മൈനസ് 15 മൈനസ് 15 17 മൈനസ് ലാംഡ ഇൻറ്റു ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ x1 x2 എന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ വേരിയബിൾ xy ആയതും ടെസ്റ്റിൽ xy എന്നായിരിക്കും തന്നേക്കുന്നത്. xy എന്ന് എഴുതിയാലും മതി, രണ്ടും കറക്റ്റ് തന്നെയാണ്. 0 0. ഓക്കെ, ഇനി ആദ്യം ഓരോ വാല്യൂ ആയിട്ട് ഞാൻ കൊടുക്കട്ടെ. വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 32 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡയ്ക്ക് ഞാൻ 32 കൊടുക്കുമ്പം ഈ മെട്രിക്സ് എങ്ങനെ വരും? 17 മൈനസ് 32 എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ വരുന്നത്? -15 ഇൻറ്റു x1 x2 ഇസ് ഈക്വൽ ടു 0 0. നോക്കിക്കേ, രണ്ട് റോയും സെയിം ആണ്. ആ തന്നിരിക്കുന്ന മെട്രിക്സിന് രണ്ട് റോയും സെയിം അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പോൾ രണ്ട് റോയും സെയിം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് ആ ഇക്വേഷൻ എടുത്ത് എഴുതാം. -15 x1 -15 x2 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അടുത്ത് എന്ത് ചെയ്യാം? ഈ ഒരു ടേമിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം -15 x1 ഇസ് ഈക്വൽ ടു -15 x2. രണ്ട് സൈഡിന് -15 അങ്ങ് പോവും. അപ്പോൾ എന്താ വരിക? x1 ബൈ 1 ഈക്വൽ ടു x2 ബൈ 1 ആണോ? therefore ഐഗൺ വെക്റ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? therefore the eigen vector capital x1 ഇസ് ഈക്വൽ ടു എന്താ വരണേ? 1 1. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് എന്ത് ഫോമാണ് ഇവിടെ ഫൈൻഡ് ചെയ്യാനുള്ളത്? ക്വാഡ്രാറ്റിക് ഫോമിലേക്ക് നമ്മളിവിടെ പോകുന്ന ഓർത്തോണൽ ട്രാൻസ്ഫോർമേഷനാണ്. മോഡുലസ് ഓഫ് x1 കൂടെ വേണം. സോ ഞാനിവിടെ മോഡുലസ് ഓഫ് x1 കൂടെ അങ്ങ് ഫൈൻഡ് ചെയ്യട്ടെ. മോഡുലസ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ √1² + 1² വിച്ച് ഇസ് ഈക്വൽ ടു √2. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പിന്നെ ചെയ്തതാണ്. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ഇവിടെ ഓർത്തോണൽ ട്രാൻസ്ഫോർമേഷനിലാണ് പോകണേ. അതുകൊണ്ട് മോഡുലസ് ഓഫ് x1 കൂടെ തന്നെ x1 ഫൈൻഡ് ചെയ്തപ്പോൾ തന്നെ മോഡുലസ് ഓഫ് x1 ഞാൻ സൈഡിൽ എഴുതി വെച്ചു. അടുത്ത ലാംഡ ഇസ് ഈക്വൽ ടു, അടുത്ത പോയിന്റ് എന്ത് വരുന്നു? ലാംഡ ഇസ് ഈക്വൽ ടു 2. ലാംഡയ്ക്ക് 2 കൊടുക്കുമ്പോൾ നിങ്ങളുടെ മെട്രിക്സ് എങ്ങനെയായി മാറും? അത് നോക്കിക്കേ, 15 മൈനസ് 15 17 മൈനസ് 2 എന്ന് 15 അല്ലേ, -15 ഇൻറ്റു x1 x2. രണ്ട് റോയും സെയിം അല്ലേ? രണ്ട് റോയും സെയിം ആണല്ലേ? കാരണം ആ രണ്ടാമത്തെ റോയിൽ നിന്ന് മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ 15 - 15 എന്ന് കിട്ടും. അപ്പോൾ ബോത്ത് റോസ് ആർ സെയിം. അതുകൊണ്ട് നമ്മൾ ആ ഇക്വേഷൻ എടുത്ത് എഴുതും. 15 x1 -15 x2 ഇസ് ഈക്വൽ ടു 0. ആ -15 x1 ഈക്വൽ ടുവിൻ്റെ x2നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -15 x2 അല്ല, സോറി, അത് +15 x2 ആവും. 15 15 ക്യാൻസൽ ആയി പോകും. therefore x1 by 1 is equal to x2 by 1. therefore eigen vector x2 is equal to 1 1. മോഡുലസ് ഓഫ് x2 കൂടെ ഫൈൻഡ് ചെയ്യാണ്. √1² + 1² ഇസ് ഈക്വൽ ടു √2. എന്തിനാണ് ഇത് ഇത്ര സ്പീഡിൽ ഫൈൻഡ് ചെയ്തത്? ക്യാപിറ്റൽ N നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ x1 ബൈ മോഡുലസ് ഓഫ് x1 ദറ്റ് ഈസ് 1/√2 1/√2. x1 എന്ന് പറഞ്ഞ് കിട്ടിയ ഐഗൺ വെക്ടറിലെ ഓരോ എലമെൻറ്റിനെയും മോഡുലസ് ഓഫ് x1 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അടുത്ത കോളം എന്ന് പറയുന്നത് x2 എന്ന് പറയുന്ന ഐഗൺ വെക്ടറിലെ ഓരോ എലമെൻറ്റിനെയും മോഡുലസ് ഓഫ് x2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അടുത്ത കോളം എഴുതുന്നത്. ഇവിടെ മോഡുലസ് ഓഫ് x2 √2 ആണ്. അപ്പോൾ x2നെ ഓരോ ആൾക്കാരും ഡിവൈഡ് ചെയ്യുമ്പം 1/√2 1/√2. എൻ്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇതും എന്ത് തന്നെയാണ്? ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. റോ തന്നെയാണ് കോളം, റോ തന്നെയാണ് കോളം. അപ്പോൾ ഇവിടെ n ട്രാൻസ്പോസ് ഫൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്ത് എഴുതിയാൽ മതി? therefore the principal axis capital X is equal to n into y. ക്യാപിറ്റൽ X എന്ന് പറഞ്ഞാൽ എന്താ? x1 x2 is equal to ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ 1/√2 1/√2 1/√2 1/√2 into y എന്ന് പറഞ്ഞാൽ y1 y2. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു ഇതിന് ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ്? x1 is equal to ഫസ്റ്റ് എലമെൻറ്റ് is equal to റോ ഇൻറ്റു കോളം. അതാണ് 1/√2 into y1 + 1/√2 into y2. അതേപോലെ x2 is equal to 1/√2 into y1 + 1/√2 into y2. ഓക്കെ,
അപ്പോൾ എന്തുമായി, നമുക്ക് ഇതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ഫോമും ആയി. ഇനി നമുക്ക് പെയർ ഓഫ് സ്ട്രേറ്റ് ലൈൻ വരുന്നതിൻ്റെ പ്രോബ്ലം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് അങ്ങ് വൈൻഡ് ചെയ്യാം. നോക്കിക്കേ, ഫൈൻഡ് കോണിക് സെക്ഷൻ ആൻഡ് ട്രാൻസ്ഫോം ഇറ്റ് ഇൻ ടു പ്രിൻസിപ്പൽ ആക്സിസ്. 3x1 square plus 22x1 x2 plus 3x2 square is equal to 0. ഇതാണ് എന്ത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോം. ഈക്വൽ ടു 0 എന്നാണ് തന്നിരിക്കുന്നത്. കനോണിക്കൽ ഫോമിൽ എത്തുന്നതിന് മുമ്പേ മനസ്സിലാക്കിക്കോ, ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും, പെയർ ഓഫ് സ്ട്രേറ്റ് ലൈൻസ് ആയിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് പ്രോബ്ലം ചെയ്യണം. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, കോണിക് സെക്ഷൻ എന്താണെന്ന് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യണ പ്രൊസീജിയർ ഒന്ന് ആലോചിച്ച്. ആദ്യം നമ്മൾ കനോണിക്കൽ ഫോം ഫൈൻഡ് ചെയ്യും. കനോണിക്കൽ ഫോമിൽ ക്യൂവിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കും. അപ്പോൾ എന്ത് സാധനം വരണേന്ന് നോക്കും. സർക്കിളാണോ, സ്ട്രേറ്റ് ലൈൻ ആണോ, പെയർ ഓഫ് സ്ട്രേറ്റ് ലൈൻ ആണോ എന്നൊക്കെ നോക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴേ അറിയാതെ എന്താണ് വരാൻ പോകുന്നത്, സ്ട്രേറ്റ് ലൈൻ ആണ് വരാൻ പോകുന്നത്. പെയർ ഓഫ് സ്ട്രേറ്റ് ലൈൻ ആണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴേ അറിയാം, കാരണം ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോവാണ്, ആദ്യം എ എഴുതാൻ പോവാണ്, മെട്രിക്സ് എഴുതാൻ പോവാണ്. ഇവിടുത്തെ വേരിയബിൾ എന്തൊക്കെയാണ്, x1ഉം x2ഉം. സോ നമ്മൾ x1 x2 എഴുതി. എങ്ങനെയാണ് മെട്രിക്സ് എഴുതുക, ഡയഗണലായിട്ട് വരുന്നത് x1 സ്ക്വയർ x2 സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 3 അത് ഡയഗണലി എഴുതി. ഇനിയുള്ളത് പ്ലേസിലുള്ളത് x1 x2ൻ്റെ കോയിഫിഷ്യൻറ്റ്. x1 x2ൻ്റെ കോയിഫിഷ്യൻറ്റ് എന്താ, 22ൻ്റെ ഹാഫ് ആണ് അവിടെ എഴുതേണ്ടത്. ദറ്റ് ഈസ് 11 ആണ് ഈ രണ്ട് പ്ലേസിലും വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞു. മെട്രിക്സ് കിട്ടിയ അടുത്ത് എഴുതേണ്ടത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് a മൈനസ് ലാംഡ i ഈക്വൽ ടു 0. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ 2/2 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും, ലാംഡ സ്ക്വയർ മൈനസ് s1 ലാംഡ പ്ലസ് s2 ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലായിരിക്കും. ഇതിൽ s1 എന്താണ്, സം ഓഫ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്, ദറ്റ് ഈസ് 3 എന്തുവാണ്, 6. s2 എന്ന് പറഞ്ഞാൽ എന്താണ്, s2 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് a ആണ്. ഡിറ്റർമിനൻറ്റ് a എന്ന് പറഞ്ഞാൽ എന്താ, 3 × 3 9 മൈനസ് 121 ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 112 വരുവാണ് അല്ലേ. ദറ്റ് ഈസ് ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് s2 എന്ന് പറഞ്ഞാൽ പ്ലസ് അല്ല സോറി മൈനസ് 112 ഇസ് ഈക്വൽ ടു 0. കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്തോളൂ. ഐഗൺ വാല്യൂ ലാംഡ ഇസ് ഈക്വൽ ടു കിട്ടുന്ന വാല്യൂ 14, -8 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ, നമുക്ക് ഐഗൺ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് എഴുതാൻ പറ്റും, കനോണിക്കൽ ഫോം എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടുത്ത് എന്താ എഴുതാൻ പോകുന്നത്, കനോണിക്കൽ ഫോം എഴുതാൻ പോവാന്നേ. അപ്പോൾ കനോണിക്കൽ ഫോം q ഇസ് ഈക്വൽ ടു ലാംഡ 1 y1 സ്ക്വയർ പ്ലസ് ലാംഡ 2 y2 സ്ക്വയർ. ഓക്കെ, ലാംഡ 1 എന്ന് പറഞ്ഞാൽ എന്തുവാണ്, നമുക്ക് 14ഉം ലാംഡ 2 എന്ന് പറഞ്ഞാൽ -8 എന്നും എടുക്കാം. ഓക്കെ, അപ്പം 14y1 സ്ക്വയർ മൈനസ് 8y2 സ്ക്വയർ. ഇപ്പോൾ ക്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, എനിവേ ഇതെങ്ങനെ വരികയാണ്, 14y1 സ്ക്വയർ മൈനസ് 8y2 സ്ക്വയർ. കോമൺ ഫാക്ടർ എടുത്തില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല. 14y1 സ്ക്വയർ മൈനസ് 8y2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ള ഒന്നും വിഷയമല്ല നമുക്ക്. അപ്പുറത്തേക്ക് പോകുമ്പോൾ കാരണം അത് +8 ആവും. പിന്നെ y1 ഈക്വൽ ടു ഡിഗ്രി 1 ഉള്ള ആളായി മാറി. ഇതെന്തായാലും ഇക്വേഷൻ ഓഫ് പെയർ ഓഫ് സ്ട്രേറ്റ് ലൈൻ തന്നെയാണ്. therefore the conic section is pair of straight lines. ഓക്കെ, ആ പാർട്ട് കഴിഞ്ഞു. അങ്ങനെ അത് എന്ത് കോണിക് സെക്ഷനാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത പണി എന്തുവാണ്, ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ടു ഫൈൻഡ് ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. ടു ഫൈൻഡ് ഐഗൺ വെക്ടർ നമുക്ക് എന്ത് ചെയ്യണം, മെട്രിക്സ് a മൈനസ് ലാംഡ i ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. നിങ്ങൾ ശ്രദ്ധിച്ചോ എൻ്റെ കുഞ്ഞുങ്ങൾ, ഏത് പ്രോബ്ലം ചെയ്താലും ഐഗൺ വെക്ടർ നേരിട്ട് ഞാൻ ഈ ഫോമിൽ എഴുതുന്നുണ്ട്. നിങ്ങളത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചില പ്രോപ്പർട്ടിയൊക്കെ പ്രൂവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ സ്ഥലത്ത് ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യാൻ ദി മെട്രിക്സ് a മൈനസ് ലാംഡ i ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 ആണെന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ആ സ്റ്റെപ്പ് എഴുതിയിട്ട് തന്നെ മെട്രിക്സിനകത്ത് ഡയഗണലി മൈനസ് ലാംഡ കൊടുത്ത് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നോക്കിക്കേ, a മൈനസ് ലാംഡ എഴുതുമ്പോൾ മെട്രിക്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ 3 മൈനസ് ലാംഡ, ഇവിടുത്തെ മൈനസ് ലാംഡ ഡയഗണലി ആണ് നമ്മൾ മൈനസ് ലാംഡ കൊടുക്കണേ. 11 3 മൈനസ് ലാംഡ ഇൻറ്റു, നിങ്ങൾ പരീക്ഷയ്ക്ക് പോയി കളർ മാറ്റിയൊന്നും കൊടുക്കണ്ട കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഡയഗണലി മൈനസ് ലാംഡ കൊടുക്കണമെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ആ കളർ മാറ്റി എങ്ങനെ എഴുതണേ. x1 x2 ഇസ് ഈക്വൽ ടു 0. ഇവിടെ ഇപ്പോൾ അൺനോൺസ് x1 x2 തന്നെയാണ് ഞാനിവിടെ എഴുതിയതും കറക്റ്റായിട്ടാണ് വന്നത് അല്ലേ. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ വേരിയബിൾ x1 x2ലാണെങ്കിൽ ഇവിടെ x1 x2 എന്നായിരിക്കും ടെസ്റ്റ് കൊടുത്തേക്കുക. ഇവിടെ ഇപ്പോൾ xy എന്നാണെങ്കിൽ ടെസ്റ്റിൽ ചിലപ്പോൾ അതേപോലെ xy എന്നായിരിക്കും ചില ടെസ്റ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതാണ് ടെസ്റ്റ് നോക്കുന്നവരുണ്ടെങ്കിൽ അൺനോൺസ് ഞാൻ മാറ്റി കൊടുത്തു എന്ന് വിചാരിക്കരുത്. നമുക്കിപ്പോൾ ഞാൻ ലെറ്റ് എന്ന് പറഞ്ഞാൽ ആ xyക്ക് പകരം x1 x2 എന്ന് എടുത്തിട്ടാണ് ബാക്കി എല്ലാ പ്രാവശ്യം ചെയ്യണം. മനസ്സിലാണ് എടുക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, വെൻ ലാംഡ ഈസ് ഈക്വൽ ടു ലാംഡയ്ക്ക് 14 കൊടുക്കുമ്പോൾ ഈ മെട്രിക്സ് എങ്ങനെയും മാറും. ലാംഡയ്ക്ക് 14 കൊടുക്കുമ്പോഴേക്ക് ഇത് -11
11, 11 minus 11 into x1, x2 is equal to 0, 0. രണ്ട് റോയും സെയിം അല്ലേ കുഞ്ഞുങ്ങളെ? ആണ്. കാരണം എന്താ, രണ്ടാമത്തെ റോയിന് മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ മുകളിലത്തെ റോയിൽ ഉള്ള പോലെ തന്നെ -11, 11 തന്നെ വരും. അപ്പോൾ രണ്ട് റോയും സെയിം ആണ്. അപ്പോൾ ആ റോ എടുത്ത് എഴുതാണ് -11x1 plus 11x2 is equal to 0. ഈ രണ്ടാമത്തെ ടേമിനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിലോ -11x1 is equal to -11x2. രണ്ടിടത്തുനിന്ന് -11 അങ്ങ് ക്യാൻസൽ ആയി പോയാൽ x1 by x2ൻ്റെ കോയിഫിഷ്യൻറ്റ് 1 is equal to x2 by 1. Therefore ഐഗൺ വെക്റ്റർ ക്യാപിറ്റൽ X1 is equal to 1, 1 എന്ന് കിട്ടി. ഓക്കെ, ആദ്യത്തെ ഐഗൺ വെക്റ്റർ ആയേ. അടുത്ത് വെൻ ലാംഡ ഈസ് ഈക്വൽ ടു, അടുത്തത് എന്താണ്, -8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ലാംഡയ്ക്ക് -8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മെട്രിക്സ് എങ്ങനെയായി മാറുകയാണ്? 3 - -8. 3 - -8 എന്ന് പറഞ്ഞാൽ അത് 3 - -8 എന്ന് പറയുമ്പോഴേക്ക് +8 വരികയാണ്. 3 + 8 വരികയാണ്. ദാറ്റ് ഈസ് 11 തന്നെയാണ് വരുന്നത്. 11, 11, 11, ഇതും 11. രണ്ട് റോയും സെയിം അല്ലേ അവിടെ? അപ്പോൾ ആ ഇക്വേഷനല്ലേ നമ്മൾ എപ്പോഴത്തെയും പോലെ എടുത്ത് എഴുതുക. മെട്രിക്സ് എഴുതി കഴിഞ്ഞപ്പോൾ ഇവിടെയും രണ്ട് റോയും സെയിം ആണ്. അപ്പോൾ ആ ഇക്വേഷൻ 11x1 + 11x2 is equal to 0 എന്ന് എടുത്ത് എഴുതി. രണ്ടാമത്തെ ടേമിനെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം 11x1 is equal to -11x2 എന്നാവും. 11ഉം 11ഉം ക്യാൻസലായി പോകും. x1ൻ്റെ താഴേക്ക് x2ൻ്റെ കോയിഫിഷ്യൻ്റായ -1 വരും. x2ൻ്റെ താഴേക്ക് x1ൻ്റെ കോയിഫിഷ്യൻ്റായ 1ഉം പോകും. Therefore the eigen vector capital X2 is equal to -1, 1 എന്ന് വരും. ഓക്കെ, -1, 1 എന്ന് വന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ എന്ത് ഫൈൻഡ് ചെയ്യാം? മോഡുലസ് ഓഫ് x1 ഫൈൻഡ് ചെയ്യാം. മോഡുലസ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്താ? √(1² + 1²) that is equal to √2. ഇവിടെ തന്നെ ഞാൻ മോഡുലസ് ഓഫ് x2 ഫൈൻഡ് ചെയ്യട്ടെ. മോഡുലസ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ √(-1² + 1²) that is 1 + 1 which is equal to √2. Therefore normalized matrix capital N is equal to x1 by modulus of x1 ഉം x2 by modulus of x2 ആണ് രണ്ട് കോളം. ആദ്യത്തെ കോളം എന്ന് പറഞ്ഞാൽ x1 by modulus of x1. x1 എന്ന് പറഞ്ഞാൽ എന്താ? 1 by √2. രണ്ടാമത്തെ എലമെൻറ്റും 1 by √2. ഓക്കെ, x2 എന്ന് പറഞ്ഞാൽ -1 by √2 then 1 by √2. Okay, therefore the principal axis എടുത്ത് എഴുതുമ്പോൾ principal axis capital X is equal to capital N into Y. capital X എന്ന് പറഞ്ഞാൽ എന്താണ്? x1, x2 is equal to capital N എന്ന് പറഞ്ഞാൽ 1 by √2 -1 by √2 then 1 by √2 1 by √2 into Y എന്ന് പറഞ്ഞാൽ y1 y2. Okay, that is x1 is equal to row into column. അതാണ് 1 by √2 into y1 -1 by √2 into y2. Second, x2 is equal to 1 by √2 into y1 -1 by √2 into y2. നമ്മുടെ x1ഉം x2ഉം ആയി കഴിഞ്ഞില്ലേ? ഓക്കെ, ഫസ്റ്റ് റോ എഴുതി, ഫസ്റ്റ് റോ ഇൻറ്റു കോളം എഴുതി, സെക്കൻഡ് റോ സോറി മൈനസ് അല്ല, ഇത് പ്ലസ് ആണ്. ഈ രണ്ടാമത്തിന് അതിന് 80 സൈൻ ഇല്ലല്ലോ. അപ്പോൾ അത് നമ്മൾ എന്ത് ഫോമിൽ എഴുതി കഴിഞ്ഞു? പ്രിൻസിപ്പൽ ആക്സിസ് ഫോമിൽ എഴുതി കഴിഞ്ഞു. ഇപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ പഠിച്ച മെത്തേഡ് തന്നെയാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ പ്രിൻസിപ്പൽ ആക്സിസ് എന്നും കോണിക് സെക്ഷൻ എന്നും പറഞ്ഞിട്ട് രണ്ട് തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ ഉള്ളൂ. ഇതൊരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. എല്ലാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ തീർന്നോ എന്ന് ചോദിച്ചാൽ തീർന്നിട്ടില്ല. ഇതിനകത്ത് ഐഗൺ വാല്യൂസ് പറഞ്ഞപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ബാക്കിയുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ ഐഗൺ വാല്യൂസിൻ്റെ പ്രോപ്പർട്ടിയും അതിനെ ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലവും. പിന്നെ നമ്മൾ ചിലപ്പോൾ മെട്രിക്സ് എന്നിട്ട് സിമെട്രിക് ആണോ എന്നൊക്കെ ചോദിക്കും 3 മാർക്കിന്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ദെൻ ഓർത്തോഗണൽ ആണോ, അത് നമ്മൾ +2 പഠിച്ച കാര്യമാണ്. ഒരു മെട്രിക്സ് തന്നിട്ട് അത് ഓർത്തോഗണൽ ആണോ എന്ന് ചോദിക്കാം. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്.